പ്രിയപ്പെട്ട സജിയച്ച, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ ഞങ്ങളുടെ ജൂബിലി ആശംസകൾ. ഒരു വൈദികനായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാവുമ്പോൾ സജിയച്ചനെക്കുറിച്ച് ഒരു കാര്യം എഴുതാതിരിക്കാനാവില്ല. അച്ഛൻ അൽത്താരിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഈശോയെ തരുന്നതും ഈശോയായി മാറുന്നതും. അടുക്കളയും പറമ്പും ഞങ്ങളുടെ സങ്കടങ്ങൾ തളം കെട്ടി നിൽക്കുന്ന വീടിൻ്റെ വരാന്തകളും അങ്ങ് അൾത്താരയാക്കി മാറ്റുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് വേണ്ടി വാക്കുകൾ കൊണ്ടല്ല, ജീവിതം കൊണ്ട് ബലിയർപ്പിക്കുന്ന നല്ല ഇടയനാകുന്നുണ്ട്. അച്ഛൻ്റെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. അങ്ങ് മനുഷ്യന്റെ മാത്രമല്ല, പരിസ്ഥിതിയുടെ കൂടെ കാവൽക്കാരനാണ്. സജിയച്ച, മനുഷ്യന്റെ സങ്കടക്കടലുകളുടെ ഗന്ധം അങ്ങേക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ സാബുവും നമ്മുടെ ഷെറിനും കൂടെ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു, ഇങ്ങനൊരു വൈദികനെ അടുത്തറിയാൻ ഭാഗ്യം കിട്ടിയതിന്. സാബുചേട്ടനറിയാവോ, എനിക്കൊരു കെട്ട കാലഘട്ടം ഉണ്ടായിരുന്നു. മൂക്കറ്റം കുടിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഇതിലൂടെയൊക്കെ നടന്നിരുന്നൊരു സമയം. നാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യനെടുക്കാൻ പറ്റില്ല. ആ സമയത്താ നമ്മുടെ സജിയച്ചൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. അന്ന് ഞാൻ നല്ല പൂസ. ആരാ വരണേന്നോ ആരാ സംസാരിക്കണേന്നോ ഒന്നും എനിക്കൊരു പിടുത്തമില്ല. ഞാൻ പറയുന്ന തെറിയൊക്കെ കേട്ട് നിന്ന അച്ഛൻ എനിക്കൊരു ഉമ്മ തന്നു. എന്നിട്ട് പറഞ്ഞു, എടാ നീ വൈകുന്നേരം പള്ളിയിലേക്കൊന്ന് വന്നു. പൂസയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ, അപ്പോൾ പള്ളി വരെ ഒന്ന് പോയേക്കാന്ന് കരുതി. അങ്ങനെ വൈകുന്നേരം അച്ഛനെ കാണാൻ വേണ്ടി പോയി. സാബുചേട്ടനറിയോ, എല്ലാ ആളുകളും എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് എന്നോട് ചോദിച്ചു, എടാ അതൊന്ന് നിർത്താൻ പറ്റുമെന്ന്. ഞാൻ നിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോട്ടെ. കുടിച്ച് ദർബാറായിട്ട് നടക്കണ നമ്മുടെ അടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അച്ഛൻ തന്നെ എന്നെ കൊണ്ടുപോയി. അതിനുശേഷം എൻ്റെ കുടുംബം അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ജീവിതം തിരിച്ചെന്നൊരു മനുഷ്യനാണ്. പക്ഷെ അതൊന്നുമല്ല സാബുചേട്ടാ, ഞാൻ ആകെ തകർന്നു പോയൊരു സമയമുണ്ട്. എൻ്റെ 3ാമത്തെ കൊച്ചുണ്ടായപ്പോൾ ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അമ്മ ഒരു ഹോസ്പിറ്റലിൽ, കൊച്ചു വേറൊരു ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ആരുമില്ല ആ സമയത്ത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ്, എവിടെ നിന്നാണെന്നറിയില്ല, ആരും പറഞ്ഞിട്ടാന്നും അറിയില്ല, പുള്ളി ഒന്ന് എന്നെങ്ങനെ ചേർത്ത് പിടിച്ചു. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. പോകാൻ നേരത്ത് എൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ തന്നിട്ടങ്ങ് പോയി. ആ ഒരു സ്നേഹമുണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ സങ്കടങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛൻ. ഇപ്പം ഷെറിൻ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും അച്ഛൻ്റെ ഒരു കൈക്കാരനായിരുന്നു. പള്ളിമുറിയിലേക്ക് ഒരാൾ വരുമ്പോൾ അച്ഛൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി, അമ്മമാർ മാറി നിന്ന് പോവും. വൃത്തിയോ പെണ്ണുങ്ങൾ തോറ്റുപോകും. സങ്കടങ്ങളിൽ ഞങ്ങളുടെ കയ്യെത്തും ദൂരത്ത് സജിയച്ചനുണ്ട്. അതിന് സമയത്തിൻ്റെയോ തിരക്കുകളുടെയോ അതിർവരമ്പുകളേയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ആ മേലെപ്പറമ്പിലെ മത്തായി ചേട്ടനെ കണ്ടായിരുന്നു. സജിയച്ചനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. സ്ഥലമാറ്റം കിട്ടി വന്നയായി അടയ്ക്കാൻ തോന്നുന്നു. അച്ഛൻ എൻ്റെ വീട്ടിലും വന്നു. വന്ന പാടെ മഴയും തുടങ്ങി. പെയ്ത മഴ മുഴുവൻ പെരയ്ക്കകത്ത്. അച്ഛനും ഇമ്മണി നനഞ്ഞു. പിറ്റേന്ന് കാലത്ത് 5-6 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ വന്നു. ഒരു പണിക്കാരനെ പോലെ എൻ്റെ പെര കെട്ടി മീഞ്ഞു തന്നത് ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഈ പണി തീരുന്നവരെ അങ്ങേര് കഴിച്ചിട്ടില്ല. എന്നിട്ട് പോകാൻ നേരം അച്ഛൻ്റെ ആ മാസത്തെ അലവൻസ് എൻ്റെ കൈ വെച്ച് തന്നപ്പോ ഇതൊക്കെ പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണ് നിറയുന്നത് എനിക്ക് കാണാമായിരുന്നു. കൈയിടികൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെയും വരവേൽപ്പുകൾക്ക് വേണ്ടി കാതോർക്കാതെയും ഒരു 5 വർഷം കൊണ്ട് ഒരു ഇടവകയിൽ ചെയ്തു തീർക്കേണ്ടത്
2 വർഷം കൊണ്ട് പൂർത്തിയാക്കി തനിയെ വന്ന് തനിയെ യാത്രയാകുന്ന പുണ്യപുരോഹിത, അങ്ങയുടെ സാന്നിധ്യം പോലും ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. അച്ചൂട്ടി, ചാച്ചയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ടിരുന്ന അമ്മോട് പറ. കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് വരുന്ന വഴി ഞാനൊരു കടയിൽ ചായ കുടിക്കാൻ കയറി. ഞങ്ങളൊരു 5 മണിക്ക് സജിയച്ചൻ വിളിക്കും. എന്തിന്? കുർബാനയ്ക്ക് ചെല്ലാനേ. ഞങ്ങൾക്കൊരു ചേട്ടനെ പോലെയായിരുന്നു സജിയച്ചൻ. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടുകയും ചെയ്യും, അതുക്കു മേലെ സ്നേഹിക്കുകയും ചെയ്യും. അല്ല, അച്ഛനെ സെമിനാരി വിട്ടത് സജിയച്ചനല്ലേ? എന്നെ സെമിനാരിൽ എത്തിച്ചത് അച്ഛൻ്റെ വാക്കുകളേക്കാൾ അച്ഛൻ്റെ ജീവിതമാണ്. എന്തൊക്കെയോ വ്യത്യസ്തമായ നിലപാടുകളുള്ള വ്യക്തിത്വം, അതിന് ഈശോയുടെ ഗന്ധമുണ്ട് എന്നൊരു തോന്നൽ. എടാ, നീ പറഞ്ഞതുപോലെ സജിയച്ചൻ എൻ്റെ ചേട്ടനാടാ, എൻ്റെ വൈദിക ജീവിതത്തിലെ ഇൻസ്പിറേഷൻ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എന്നും പള്ളിയിൽ പോണ ആളൊന്നുമല്ലായിരുന്നു ഞാൻ. ആ 15 വയസ്സുകാരന് വെളുത്ത ലോവയിട്ട ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലാനും ചേർന്ന് നിൽക്കാനും ഒരു പേടിയുമില്ലായിരുന്നു. അത്രയ്ക്കൊരു കൺസേൺ ആയിരുന്നു, എന്നോട് മാത്രമല്ല എല്ലാവരോടും. അതിപ്പോഴും അങ്ങനെയാച്ചാ. പാവപ്പെട്ടവന് വേണ്ടി ഏതറ്റം വരെയും പോവും. അന്നാ സമരത്തിന് കണ്ടതല്ലേ എൻ്റെ പൊന്നോ. സത്യത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ ആരുടെയും മുഖം നോക്കാറില്ല സജീശൻ. എന്നെ അത്ഭുതപ്പെടുത്തി എന്താന്ന് നിനക്കറിയോ? 22 വർഷം മുൻപ് ഞാൻ സജീശനിൽ കണ്ട ഒരു നന്മയ്ക്ക് പോലും മങ്ങലേറ്റിട്ടില്ല. സത്യം പറഞ്ഞ അഭിമാനമാണ് ഇങ്ങനൊരു ചേട്ടൻ്റെ അനിയനായി മാനന്തവാടി രൂപതയിലെ അച്ഛനായി ജീവിക്കുന്നതിൽ. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു വചനമുണ്ട്. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ നേടേണ്ടതിന് എല്ലാവർക്കും എല്ലാമായി തീരുന്ന മനുഷ്യൻ വിശുദ്ധ പൗലോസ്ലീഹയെ പോലെ. അഗസ്റ്റിനച്ഛൻ ആ പറഞ്ഞത് സത്യമാണ്. എല്ലാവർക്കും എല്ലാമായി തീരുന്ന മനുഷ്യൻ. ഇവിടുത്തെ കുമാരേട്ടനും അബ്ദുക്കയും കോളനിയിലെ വെളുമ്പനും അത് പറയും. വെലിച്ചാച്ച ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളാ. വെലിച്ചാച്ച കടയിൽ പോയിട്ട് വരുമ്പോ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരുമോ? വാങ്ങിക്കൊണ്ടുവരാട്ടോ. അച്ഛാ, ഒരു കാര്യം കൂടി എഴുതി ഞാൻ നിർത്തുകയാണ്. അച്ഛൻ്റെ കുർബാന അതച്ഛൻ ചൊല്ലി തീർക്കുകയല്ല, ജീവിക്കുകയാണ്. അൾത്താരയിൽ മുറിയപ്പെടുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മുറിപ്പാടിലൂടെ അച്ഛൻ കാണുന്നത് മുറിവേറ്റ ഞങ്ങളെയാണോ? അതുകൊണ്ടാവും ഞങ്ങളുടെ ആഘോഷങ്ങളെക്കാൾ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അച്ഛൻ ഓടിയെത്തുന്നത്. പ്രാർത്ഥിക്കുന്നു, ഈശോ ഇനിയും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന്. ഒരിക്കൽ കൂടി ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്വന്തം ടോമിച്ചേട്ടൻ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? സജിയച്ചന്റെ ജീവിതം കാണുമ്പോൾ നിങ്ങളെക്കാൾ സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. ഹാർട്ടി കൺഗ്രാജുലേഷൻ സജിയച്ച. പ്രയോജനരഹിതനായ ദാസനെ പോലെ കടമ നിർവഹിച്ചിട്ട് പോകുന്ന ദൈവത്തിന്റെ ദാസൻ.